പുതിയ ആളുകൾക്ക് ദുബായിൽ പോയിട്ട് ഒരു 75,000-80,000 രൂപ മാസം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ജോലി, അതുപോലെ തന്നെ അക്കൗണ്ടൻ്റായിട്ടും ആ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഏജൻസിക്കും ഒരു രൂപ പോലും കൊടുക്കാണ്ട് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. പക്ഷേ 2,000 റിയാൽ ശമ്പളം പ്ലസ് 500 റിയാൽ ഫുഡിനടക്കം 2,500 പറയുന്നത്, പ്ലസ് കമ്മീഷനും ഉണ്ട്. ഒപ്പം റൂം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ 7:30. ഇവിടുത്തെ ഒരു കാലാവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, കോട മഞ്ഞാണ്. ഒരു 4-5 മീറ്ററിനപ്പുറം ഒന്നും കാണാൻ പറ്റില്ല, അത്രയും മഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഒരുപാട് ആളുകൾ നാട്ടിൽ ലീവൊക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നാട്ടിൽ ലീവൊക്കെ എടുത്തിരിക്കുന്നവർക്ക് ഒരു 10-15 മിനിറ്റ് ഞാൻ അവരുടെ എടുക്കുകയാണ്. കാരണം ഒരുപാട് നല്ല ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതായത് പുതിയ ആളുകൾക്ക് ദുബായിൽ പോയിട്ട് ഒരു 75,000-80,000 രൂപ മാസം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ജോലി, അതുപോലെ തന്നെ ഒമാനിലുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പുതിയ ആളുകൾക്ക് വേക്കൻസി ഉണ്ട്. ഫ്രഷ് ആയിട്ടുള്ളവർക്ക് പോകാൻ, പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. അതുപോലെ തന്നെ അക്കൗണ്ടൻ്റായിട്ടും ആ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് ജോബ് വേക്കൻസികളുണ്ട്. അങ്ങനെ കുറച്ചധികം ജോബ് വേക്കൻസികളുണ്ട്. അതുപോലെ AC ടെക്നീഷ്യൻ്റെ വേക്കൻസികൾ വന്നിട്ടുണ്ട് കുറച്ച്. അങ്ങനെ കുറച്ചധികം ജോബ് വേക്കൻസികൾ ഞാൻ മുമ്പ് ചെയ്യാറുള്ള പോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചധികം ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നതിന് മുന്നേ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും ജോബ് വേക്കൻസിയൊക്കെ ഗൾഫ് കൺട്രീസിലേക്കുള്ള ജോബ് വേക്കൻസികളൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് എന്നും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കി വെക്കണം. അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ജോലികളൊക്കെ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള വാട്ടർ കമ്പനിയിലേക്ക് പ്രീസെല്ലറായിട്ടും വാൻ സെയിൽസ്മാനായിട്ടും അവർ ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രീസെല്ലർ എന്നുള്ളൊരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം അവർ നല്ല സാലറിയാണ് പറയുന്നത്, നിങ്ങൾക്കതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവരൊരു 4 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു പ്രായപരിധി 35 വയസ്സിൽ കൂടാൻ പാടില്ല, 35 വയസ്സിന് താഴെ ആയിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് FMCG സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ GCC കൺട്രീസിൽ എവിടെയെങ്കിലുമുള്ള മീഡിയം അല്ലെങ്കിൽ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പറയുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത് 2,000 റിയാൽ ശമ്പളം പ്ലസ് 500 റിയാൽ ഫുഡിനടക്കം 2,500 പറയുന്നത്, പ്ലസ് കമ്മീഷനും ഉണ്ട്. ഒപ്പം റൂം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് 35 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ FMCGയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ GCC കൺട്രീസിൽ എവിടെയെങ്കിലുമുള്ള ഹെവി അല്ലെങ്കിൽ ഒരു മീഡിയം ലൈസൻസ് ഉണ്ടായിരിക്കണം. ഒപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് സംസാരിക്കാൻ അറിയണം. 2,500 റിയാൽ വിത്ത് ഫുഡ് അവർ സാലറി പറയുന്നുണ്ട്, പ്ലസ് കമ്മീഷനും ഉണ്ട്, അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു ജോലിക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏജൻസി മുഖാന്തരമാണ് പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാം. അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ കമ്പനിയിലേക്ക് തന്നെ ഈ വാൻ സെയിൽസ്മാൻ്റെ ഒരു വേക്കൻസി കൂടി ഉണ്ട്. അപ്പോൾ അതിനും അവർ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പ്രായപരിധി 35 വയസ്സിൽ താഴെ ആയിരിക്കണം. ഒപ്പം നിങ്ങളുടെ കയ്യിൽ വാൻ സെയിൽസ്മാൻ ആണല്ലോ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ GCC കൺട്രീസിൽ എവിടെയെങ്കിലുമുള്ള ഹെവി ലൈസൻസ് അല്ലെങ്കിൽ മീഡിയം ലൈസൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അത്യാവശ്യം അറബിക്കും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ അതിലും പറയുന്നത്. അപ്പം അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് 1,500 റിയാൽ സാലറിയും ഒപ്പം 500 റിയാൽ ഫുഡിന് അങ്ങനെ അടക്കം 2,000 റിയാലും പ്ലസ് കമ്മീഷനും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് വാൻ സെയിൽസ്മാന് വിത്ത് ഫുഡ് 2,000 പ്ലസ് കമ്മീഷൻ, പ്രീസെല്ലർക്ക് വിത്ത് ഫുഡ് 2,500 പ്ലസ് കമ്മീഷൻ.
ഒപ്പം റൂം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഏജൻസി മുഖാന്തരമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ ഞാൻ അയച്ചു തരാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത ജോബ് വേക്കൻസി എവിടെ നിന്നാണ് നോക്കാം. അടുത്ത ഒരു ജോബ് വേക്കൻസി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് UAE പ്രശസ്തമായ സ്റ്റീൽ ഇൻഡസ്ട്രീസിലേക്കാണ്. അപ്പോൾ അവിടേക്ക് വെൽഡർമാരുടെയും അതുപോലെ തന്നെ സ്റ്റീൽ ഫാബ്രിക്കേറ്ററുടെയൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വെൽഡർമാർ, അതുപോലെ തന്നെ പെയിൻറ്റർമാർ, സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് കാർപ്പൻറ്റർമാർ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളോട് ജോലികളുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയാണ്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം തന്നെ ശരിക്കും തികയുന്നില്ല വിളിച്ച് സംസാരിക്കാനും അതുപോലെ തന്നെ ജോലികൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാനും. മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെൽഡർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് 2 കാര്യങ്ങളാണ്. നിങ്ങളുടെ പ്രായപരിധി 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെൽഡറായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്, അതിപ്പോൾ ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ GCC കൺട്രീസിലായിക്കോട്ടെ, നിങ്ങൾക്ക് 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് 1500 ദിറംസ് മുതൽക്ക് 1900 ദിറംസ് വരെയാണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരാം. ഒപ്പം അവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം കുറച്ച് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൾഫ് ജീവിതം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു 1900 സാലറി ഒക്കെ പറയുന്നുണ്ട്. ഏകദേശം 2000-ൻ്റെ അടുത്തോളമുണ്ട്. അപ്പോൾ പുതിയ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് അല്ല, ഒരു 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൾഫ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്ന് വന്ന് നോക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റീൽ ഫാബ്രിക്കേറ്ററുടെയാണ്. അപ്പോൾ ആ ഒരു ജോലിക്കും അവർ പറയുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് 1 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ്, അത് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ എവിടെയെങ്കിലുമോ നിങ്ങൾക്ക് സ്റ്റീൽ ഫാബ്രിക്കേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ജോലിക്കും അവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. ഒപ്പം സാലറി ആയിട്ട് പറയുന്നത് 1700 റിയാൽ മുതൽക്ക് 2100 റിയാൽ വരെയാണ്. അതും കുഴപ്പമില്ലാത്തൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സ്റ്റീൽ ഫാബ്രിക്കേറ്ററായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. അതോടൊപ്പം 1 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ ഉണ്ടായിരിക്കണം എന്നാണ് കമ്പനി പറയുന്നത്. 1700 റിയാൽ മുതൽക്ക് 2100 റിയാൽ വരെയാണ് സാലറി ആയിട്ട് പറയുന്നത്. വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പർ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ID-യുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഒമാനിലുള്ളൊരു അക്കൗണ്ടൻറ്റിൻ്റെ ഒക്കെ ജോലി വേക്കൻസികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഒമാനിലത്തെ ജോലിയുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ ഒരു ഗൾഫിലൊരു ജോലി നേടിയിട്ട് നമ്മുടെ കുടുംബജീവിതമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം, ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ കരുതിയിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നതിലത്തെ കൂടുതൽ ആൾക്കാരും. അപ്പോൾ അവർ എൻ്റെ ഈ ഒരു ചാനൽ മാത്രമൊന്നും ആവില്ല, ചിലപ്പോൾ ഒരു 4-5 ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലർ പുതിയ ആളുകളായിരിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇൻ്റർവ്യൂ നടക്കുന്നതിലത്തേക്ക് ഒരു 5% മാത്രമേ കമ്പനികൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുള്ളൂ. ഇപ്പോൾ ലുലു പോലെയൊക്കെയുള്ള ചില കമ്പനികൾ മാത്രമേ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുള്ളൂ. ബാക്കി ഒരു 90-95% ഏതെങ്കിലും ഏജൻസി മുഖാന്തരം തന്നെയാണ് ആളുകളെ അവർ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് അവിടെ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് അവരൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ആളുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാനും ഇപ്പോൾ ഈ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ളത്. 2013 ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിത് ഏജൻസികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറയുന്നതല്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ഏജൻസികളാണെങ്കിൽ നമുക്ക് ജോലി വേണ്ട, നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്തതിന് ശേഷം ജോലികൾക്ക് കയറാം. അതല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളൊരു വഴിയാണ്, ഇപ്പോൾ ദുബായിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോബ് 24S എന്നുള്ളൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CV ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന വേക്കൻസികൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ തന്നെ, അത് ഇംഗ്ലീഷൊക്കെ ആണ് ഉണ്ടാവുക, വായിച്ച് മനസ്സിലാക്കി നമുക്കത് അപ്ലൈ ചെയ്യാനുള്ളൊരു കഴിവ് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ സൗദി അറേബ്യയിലേക്കാണെന്നുണ്ടെങ്കിൽ നോക്രി എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിലും ഇതുപോലൊക്കെ അതുപോലെ തന്നെ ലിങ്ക്ഡിനിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ട് നമ്മുടെ CV അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് തരത്തിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് അതിൽ നോക്കിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഏജൻസിക്കും ഒരു രൂപ പോലും കൊടുക്കാണ്ട് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഇംഗ്ലീഷിലുണ്ടാവുക, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അന്ന് എനിക്കത് പറയാൻ പറ്റില്ല. ഇന്ന് ഞായറാഴ്ച ഒരുപാട് പേര് ഫ്രീ ആയിട്ടുണ്ടാവില്ല, അപ്പോൾ ഇന്ന് ഞാനത് പറയാമെന്നൊന്ന് കരുതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒമാനിലുള്ള പ്രശസ്തമായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാട് പുതിയ ആളുകൾക്ക് ലോഡിങ് അൺലോഡിങ് അതുപോലെ തന്നെ കാഷ്യർ, ഹെൽപ്പർ ഇങ്ങനെയുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ്, ഡാറ്റ എൻട്രി, ബയ്യർ, സെയിൽസ് മാനേജർ, അങ്ങനെ കുറച്ചധികം വേക്കൻസികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഒമാനിലുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അർജൻറ്റായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടേക്ക് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന 5 പോസ്റ്റുകളും അവരുടെ പ്രായമാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് അവർ പറയുന്ന ഒന്നാമത്തെ ഒരു കാറ്റഗറി സെയിൽസ്മാൻ്റെ പോസ്റ്റിലേക്കാണ്. ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി അവർ പറയുന്നത് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി പിക്കറുടെയാണ്. അപ്പോൾ ആ പിക്കർ എന്നുള്ളൊരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. അതുപോലെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ചെക്കർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ്. ഈ ചെക്കർ എന്നുള്ള പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്നത് പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. നാലാമത്തെ ഒരു കാറ്റഗറി പറയുന്നത് ഡെലിവറി ബോയ് ആണ്. ഈ ഒരു ഡെലിവറി ബോയ് എന്നുള്ള പോസ്റ്റിലേക്കും അവർ പറയുന്നൊരു പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. അഞ്ചാമത്തെ അവർ പറയുന്നത് ലോഡിങ് ആൻഡ് അൺലോഡിങ് ആണ്. അതിലേക്ക് പ്രായപരിധി കുറച്ച് വ്യത്യാസമുണ്ട്. 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 പോസ്റ്റിലേക്ക് പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളും ആവശ്യമുള്ള ജോലികളായിട്ട് അവർ പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോർ മാനേജറുടെയാണ്. ഈ സ്റ്റോർ മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്നത് നിങ്ങൾക്കൊരു 3 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ, അത് ഇന്ത്യയിലാവാം അല്ലെങ്കിൽ GCC കൺട്രീസിലാവാം, 3 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മാർക്കറ്റിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജറുടെ ആണ്. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജറുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. 2 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ നിങ്ങൾക്കൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റോർ സൂപ്പർവൈസറുടെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോർ സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, അത് GCC കൺട്രീസിലോ ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും ആവാം, ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നല്ല മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവിടെ വന്നിട്ട്. അപ്പോൾ ഇനി നാലാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ബയ്യറുടെയാണ്. ഈ ബയ്യർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ ഇന്ത്യയിലാവാം GCC കൺട്രീസിലാവാം വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അഞ്ചാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കാഷ്യറുടെയാണ്. അപ്പോൾ അതിന് അവർ പറയുന്ന ഒരു യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. അതോടൊപ്പം തന്നെ 2 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, ആറാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബില്ലിംഗ് സെക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു ബില്ലിംഗ് സെക്ഷനിലേക്ക് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഏതെങ്കിലും അത്യാവശ്യം നല്ല ഫെയിമുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റാണ് അവർ മെയിൻലി ചോദിക്കുന്നത്. നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മതിയാവില്ല, എക്സ്പീരിയൻസ് ചിലപ്പോൾ വേണ്ടിവരും, സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. ഏഴാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ബയ്യറുടെയാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റോർ ബയ്യർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ GCC കൺട്രീസിൽ സ്റ്റോർ ബയ്യർ ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അടുത്തതാണ് നമ്മൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് ഇൻ പേറോള് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് അക്കൗണ്ടൻ്റായിട്ട് ഏതെങ്കിലും GCC കൺട്രീസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. 8ാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് റിസീവറുടെയാണ്. അപ്പോൾ റിസീവർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. ഒപ്പം 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് GCC കൺട്രീസിലാവാം, അതല്ലെങ്കിൽ ഇന്ത്യയിലാവാം, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ടീം ലീഡറുടെയാണ്. അപ്പോൾ ഈ ടീം ലീഡർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർ പ്രത്യേകിച്ച് പ്രായപരിധി മെൻഷൻ ചെയ്ത് കാണുന്നില്ല. നിങ്ങൾക്ക് 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് GCC കൺട്രീസിൽ എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 10-12 വേക്കൻസികളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പറയുന്ന ജോലികൾക്ക് അവർ സാലറി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ CV ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അവർ സാലറികളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് അർജൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപാട് നാളത്തേക്ക് ഉള്ള ജോബ് വേക്കൻസികളല്ല. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ CV ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അതിന് അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ എന്താണ്, അതല്ലെങ്കിൽ അവരുമായിട്ട് ഫോൺ നമ്പർ സംസാരിക്കുന്നതിനുള്ള ഫോൺ നമ്പർ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആയ മല്ലു ഫ്രം സൗദിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കാനായിട്ട് ശ്രമിക്കുക. പുതിയ ആളുകൾക്കും ഒരുപാട് വേക്കൻസികളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലുള്ള ഒരു ഡെലിവറി കമ്പനിയിലേക്കാണ്. പുതിയ ആളുകൾക്ക് തന്നെ, ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ മാസം ഏകദേശം 80,000 രൂപയോളം സമ്പാദിക്കാവുന്ന ഒരു ജോലിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ദുബായിൽ നിന്നാണ്. ദുബായിലുള്ള ഒരു ഡെലിവറി കമ്പനിയിലേക്ക് അവർ ബൈക്ക് റൈഡർമാരെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 38 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ 2 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം, ബൈക്ക് ഓടിക്കുന്നതിനുള്ളൊരു ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് മറ്റ് കാര്യങ്ങളൊന്നും അവർ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് സാലറി, ഫുഡ്, അക്കോമഡേഷൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിലായിട്ട് മാസത്തിൽ ഒരു 80,000 രൂപയോളം, അതായത് ഐ തിങ്ക് ഒരു 3,500 ദിറംസോളം നിങ്ങൾക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിൽ സമ്പാദിക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ അത് ഫോളോ ചെയ്ത ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഏകദേശം നമ്മുടെ കേരളത്തിലെ 7ഓളം സ്ഥലത്താണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അതായത് 11, 12, 13, 14, 15, 16, 17, 18 തീയതികളിലായിട്ട് 7 സ്ഥലങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അവർ എന്തായാലും ഒരുപാട് ആളുകളെ എടുക്കുന്നതിനുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം മാസം 80,000 രൂപയോളം സമ്പാദിക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആളുകളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ്, ജോലി ഒഴിവുകൾ, ഗൾഫ് കൺട്രീസിലെ, അങ്ങനെ സൗദിയിൽ പുതിയതായിട്ട് വരുന്നവർക്കുള്ള ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ജോലികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക്. അതോടൊപ്പം നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട്, ഇതിലും നല്ലൊരു ജോലി ഒഴിവുകളുമായിട്ട് കാണുന്നതുവരയ്ക്കും സൈനിങ് ഓഫ്, ദാസൻ.